Hello everyone, welcome to Aifer Education. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറ്റേണലിസ്റ്റിക് കൺസർവേറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. പറ്റേണലിസം ലിറ്ററലി മീൻസ് ആക്ട് ഇൻ എ ഫാദർലി ഫാഷൻ. അതായത് നമ്മളെ മാതാപിതാക്കൾ നമ്മളോട് പെരുമാറില്ല, അവരുടെ കുട്ടികളോട്, ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടികളോട് പെരുമാറില്ല. അങ്ങനെ അതിനെയാണെന്ത്, ആ ഒരു രീതിയാണെന്ത്, പെരുമാറുന്ന രീതി അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന രീതിയാണ് പറ്റേണലിസം എന്ന് പറയുന്നത്. ആസ് എ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ ഇറ്റ് റെഫേഴ്സ് ടു പവർ അതോറിറ്റി ബീങ് exercised over others with the intention of conferring benefit or preventing harm, to prevent harm or confer benefits or make sure that a person is ensured is getting benefit. അപ്പം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അയാളുടെ നന്മയ്ക്ക് വേണ്ടി, ഫോർ എക്സാമ്പിൾ അങ്ങനെ കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അയാളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഹാം അല്ലെങ്കിൽ ആപത്ത് വരാതിരിക്കാൻ വേണ്ടി എന്താണ് നമ്മുടെ അതോറിറ്റി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെന്താണ് അവരെ പിന്നെ അവരോട് പറയുന്നു അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന രീതിയാണ് ആസ് എ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ. അതിനെയാണ് എന്ത് പറയുന്നത്, പറ്റേണലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മാതാപിതാക്കൾ അവരുടെ കുട്ടികളോട് പറയും, ഐ മീൻ എക്സ്പെഷ്യലി ചെറിയ കുട്ടികളോട് പറയുന്നതാണ് അവിടെ പോരുത് ഇവിടെ പോരുത്, ബിക്കോസ് ദാറ്റ് മൈറ്റ് പുഷ് യു ഇൻ ഡേഞ്ചർ എന്നുള്ള ആസ്പെക്ട് പറയില്ല. അതിനാണ് എന്ത് പറ്റേണലിസം എന്ന് പറയുന്നത്. ആസ് എ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കൺഫർ, പ്രിവെന്റ് ഹാം യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ബെനിഫിറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഹാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതോറിറ്റി ഒരു സ്ട്രിക്ട്ലി എക്സസൈസ് ചെയ്യുന്നു, കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ട് എക്സസൈസ് ചെയ്യുന്നു. അതിനാണ് എന്ത് പറ്റേണലിസം എന്ന് പറയുന്നത്. പിന്നെ സോഫ്റ്റ് പറ്റേണലിസം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബ്രോഡ് കൺസെന്റ് ഓൺ ദി പാർട്ട് ഓഫ് ദോസ് സബ്ജക്ട്. സോഫ്റ്റ് പറ്റേണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആരുടെ മേലാണോ ആ അതോറിറ്റി ഇമ്പോസ് ചെയ്യുന്ന അവരുടെ ഭാഗത്ത് നിന്ന് കൺസെന്റ് ഉണ്ടാവും, അവർക്കത് കുഴപ്പമുണ്ടാവില്ല. ഇൻ സോഫ്റ്റ് പറ്റേണലിസം ആരുടെ മേലാണ് നമ്മൾ അതോറിറ്റി ഇമ്പോസ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് കൺസെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. കൺസെന്റ് ഉണ്ടാവും, അവർ അത് അംഗീകരിക്കും, അത് ആക്സെപ്റ്റ് ചെയ്യും, അവർ പിന്നെ അത് അംഗീകരിക്കും എന്നുള്ളതാണ്. ആ ഒരു അതോറിറ്റി അവർ അംഗീകരിക്കും, അതോടൊപ്പം തന്നെ അതോറിറ്റി എന്താണോ പറയുന്നത് അത് അംഗീകരിക്കും. ഹാർഡ് പറ്റേണലിസം operates regardless of consent and thus overlaps with authoritarianism. ഹാർഡ് പറ്റേണലിസം നേരെ തിരിച്ചാണ്. കൺസെന്റ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. സോഫ്റ്റ് പറ്റേണലിസം എന്തായാലും സോഫ്റ്റ് പറ്റേണലിസം വരുമ്പോൾ എന്തായാലും കൺസെന്റ് ഉണ്ടാവും. ഹാർഡ് പറ്റേണലിസം വരുമ്പോൾ എന്താണ്, കൺസെന്റ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഈവൻ ഇഫ് ദേ ആർ നോട്ട് അഗ്രീങ് വിത്ത് ദാറ്റ്, ഓർ ഈവൻ ഇഫ് ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് അതോറിറ്റി, എന്താണ് അവര് അല്ലെ അവരുടെ അതോറിറ്റി എക്സസൈസ് ചെയ്യുക, അതൊരു പിന്നെ പവർ എക്സസൈസ് ചെയ്യുമെന്നുള്ളതാണ്. വെൻ ഇറ്റ് കംസ് ടു ഹാർഡ് പറ്റേണലിസം വരുമ്പോൾ കൺസെന്റ് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, കൺസെന്റ് ഇല്ലെങ്കിലും അവര് എക്സസൈസ് ചെയ്യും. റിഗാർഡ്ലെസ് ഓഫ് കൺസെന്റ് അവരുടെ അതോറിറ്റി എക്സസൈസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഓവർലാപ്സ് വിത്ത് അഥോറിറ്റേറിയനിസം. ടു മെയിൻ ട്രഡീഷൻസ് ഓഫ് പറ്റേണലിസ്റ്റിക് കൺസർവേറ്റിസം ഏതൊക്കെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു മെയിൻ ട്രഡീഷൻസ് ഓഫ് പറ്റേണലിസ്റ്റിക് പിന്നെ കൺസർവേറ്റിസം. വൺ നേഷൻ ഫസ്റ്റ് വൺ നേഷൻ കൺസർവേറ്റിസം ആൻഡ് ക്രിസ്ത്യൻ. സെക്കൻഡ് വൺ ക്രിസ്ത്യൻ ഡെമോക്രസി. ഇതാണ് രണ്ട് ട്രഡീഷൻസ് ഓഫ് പറ്റേണലിസ്റ്റിക് കൺസർവേറ്റിസം. ഇത്രേ ഉള്ളൂ. പറ്റേണലിസ്റ്റിക് കൺസർവേറ്റീവ് ഇത്രേ ഉള്ളൂ. ആക്ട് ഇൻ എ ഫാദർലി ഫാഷൻ, അതായത് നമ്മുടെ മാതാപിതാക്കൾ പെരുമാറുന്നില്ല, അതായത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ പവർ എക്സസൈസ് ചെയ്യുന്നു, നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത് എക്സസൈസ് ചെയ്യുന്നുള്ളത്. അതിനെയാണെന്ത് പറ്റേണലിസം അല്ലെങ്കിൽ പറ്റേണലിസ്റ്റിക് അതോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് ട്രഡീഷൻസ് ആണുള്ളത്. വൺ നേഷൻ കൺസർവേറ്റിസം ആൻഡ് ക്രിസ്ത്യൻ ഡെമോക്രസി. എന്താണ് വൺ നേഷൻ കൺസർവേറ്റിസം ആൻഡ് ക്രിസ്ത്യൻ ഡെമോക്രസി നമുക്ക് നോക്കാം. ബെഞ്ചമിൻ ഡിസ്രായൽ റോട്ട് അഗെയിൻസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗ്രോയിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. അപ്പം വൺ നേഷൻ കൺസർവേറ്റീവ്സിന്റെ മെയിൻ അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ സപ്പോർട്ടർ ആണ്, അല്ലെങ്കിൽ വൺ നേഷൻ കൺസർവേറ്റീവ്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ബെഞ്ചമിൻ ഡിസ്രായലി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെഞ്ചമിൻ ഡിസ്രായൽ, അദ്ദേഹം ഫോമർ UK പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഹി റോട്ട് അഗെയിൻസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗ്രോയിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എമർജിങ് അല്ലെ ഗ്രോയിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്, അതിന്റെ കോൺസിക്വൻസിന്റെ റിയാക്ഷൻ ആയിട്ടാണ് അല്ലെ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സംഭവത്തെ, ആ ഫിനോമിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് വൺ നേഷൻ കൺസർവേറ്റീവ്സിനെ കുറിച്ച് ബെഞ്ചമിൻ ഡിസ്രായൽ പറയുന്നത്. ഡിസ്രായൽ ഡെവലപ്ഡ് ഹിസ് പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് വൺ നേഷൻ കൺസർവേറ്റിസം ഇൻ ടു നോവൽസ്, സിബിൽ ആൻഡ് കൊണിസ്ബി എന്ന് പറയുന്ന രണ്ട് നോവലിലാണിത് ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന്റെ വൺ നേഷൻ പൊളിറ്റിക്കൽ ഫിലോസഫി ആയിട്ടുള്ള വൺ നേഷൻ കൺസർവേറ്റീവ്സിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയുന്നത് എന്നുള്ള ഡെവലപ്പ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു 2 നോവലിലാണ്. നോട്ട് ചെയ്യട്ടോ, ഈ 2 നോവലിലാണ്, 2 നോവലിലാണ് കൊണിസ്ബി ആൻഡ് സിബിൽ 1845. അപ്പൊ എന്താണ് വൺ നേഷൻ കൺസർവേറ്റിസം എന്ന്? അപ്പൊ അത് ഒരു പിന്നെ ഇൻഡസ്ട്രിയലൈസേഷനെതിരെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ കോൺസിക്വൻസസ് എസ്പെഷ്യലി ഡ്രോബാക്സ് കോൺസിക്വൻസസിനെതിരെയാണെന്ത് പിന്നെ വൺ നേഷൻ കൺസർവേറ്റിസം എമേർജ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വക്കേറ്റ് ഇതാണ് ബെഞ്ചമിൻ ഡിസ്രായൽ, ഫോമർ UK പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹമാണ് എന്ത് വൺ നേഷൻ കൺസർവേറ്റിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. He tried to draw attention to the danger of Britain being divided into 2 nations, rich and poor.
one of the most criticized point or aspect of industrialization is നമ്മൾ ലിബറലിസം ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് പിന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ക്രിട്ടിസൈസ്ഡ് ആസ്പെക്ട് ഓഫ് ലിബറലിസം അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ച അതിന്റെ ഭാഗമായിട്ട് വന്ന ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ഡ്രോബാക്ക് എന്താണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്, മോസ്റ്റ് ക്രിട്ടിസൈസ് പോയിന്റ് എന്താണ്? ഇറ്റ് ഇൻക്രീസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂർ. ഇറ്റ് ഇൻക്രീസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂർ. അതായത് റിച്ചും പൂറും തമ്മിലുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എന്താണ്, ഒരു 1%, ഇറ്റ് ക്രിയേറ്റ് ഓൺലി 1 small percent of rich people. It created only small percent of rich people and more number of poor people. Industrialization create only critical point ആണ് കേട്ടോ, ഡ്രോബാക്ക് ആണ്, ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. It create only small percentage or small minority of rich people and it increased the amount അല്ലെങ്കിൽ increased number of poor people എന്നുള്ളതാണ്. അപ്പം അതാണ് മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയലൈസേഷന്റെ മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇറ്റ് ട്രൈ ടു ഡ്രോ അറ്റൻഷൻ ടു ഡേഞ്ചർ ഓഫ് ബ്രിട്ടൻ ബീങ് ഡിവൈഡ് ഇൻടു 2 nations. അപ്പോൾ 2 നേഷനായി മാറുന്നു എന്നുള്ളത്, അതായത് 2 കാറ്റഗറി ആയി, രാജ്യം 2 കാറ്റഗറി ആയി മാറുന്നത്. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ റിച്ച്, ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ പൂർ. അപ്പം 2 കാറ്റഗറി ആയി മാറുന്നു. ഹി ട്രൈ ടു ഡ്രോ അറ്റൻഷൻ, അദ്ദേഹം പറയുന്നു ബ്രിട്ടൻ 2 കാറ്റഗറി ആയി മാറുന്നു എന്നുള്ളത്, 2 ടൈപ്പ് ഓഫ് പീപ്പിൾ ആയി മാറുന്നു, റിച്ച് പൂർ. അപ്പൊ ഇവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ, ഒരു വലിയ കോൺഫ്ലിക്റ്റ് സംഭവിക്കുകയാണ്. പൂർ പീപ്പിളിന്റെ ഭാഗത്തു നിന്നാണ് ഒരു റിവോൾട്ട് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ദാരിദ്ര്യം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് അക്കോർഡിംഗ് ടു ബെഞ്ചമിൻ ഡിസ്രായലി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്. കാരണം എന്താ, ഇൻഡസ്ട്രിയലൈസേഷൻ കുറച്ച് ആൾക്കാരെ മാത്രം, കുറച്ച് റിച്ച് പീപ്പിളിനെ മാത്രം എന്താണ് ബെനിഫിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം 2 നാഷനായിട്ട്, അല്ലെ 2 തരത്തിലുള്ള ആൾക്കാരായിട്ടാണ് എന്ത് ഡിവൈഡ് ചെയ്യാൻ, ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ബ്രിട്ടൻ ഈസ് ബിക്കമിങ് ഡിവൈഡഡ് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് പൂറും റിച്ചും is such that wealth and privilege brought with them social obligation is particular a responsibility for the poor or less well off. അപ്പം ഇവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ആ യൂണിറ്റി കീപ്പ് ചെയ്യുക. എല്ലാ മനുഷ്യരും, പിന്നെ ബ്രിട്ടനിലുള്ള എല്ലാ മനുഷ്യരും തമ്മിൽ യൂണിറ്റി കീപ്പ് ചെയ്യുക. ഈ ഒരു 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തമ്മിൽ എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ എന്താണ് ഡിവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ മെന്റലി തന്നെ എന്താണ്, ആദ്യം മെന്റലി എല്ലാവരും ഡിവൈഡ് ചെയ്യപ്പെടും, മനുഷ്യന്മാർ മെന്റലി ഡിവൈഡ് ചെയ്യപ്പെടും, അത് കഴിഞ്ഞ് എന്താണ് ഫിസിക്കലി ചിലപ്പോൾ ഡിവൈഡ് ചെയ്യപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്, അങ്ങനെ ഒരു സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാനാണ് ആ ഒരു പോസിബിലിറ്റിയെ അവോയ്ഡ് ചെയ്യാനാണ്, പ്രിവെന്റ് ചെയ്യാനാണ് ബെഞ്ചമിൻ ഡിസ്രായലി 1 nation കൺസർവേറ്റിസം അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെൽത്ത് ആൻഡ് പ്രിവിലേജ് ബ്രോട്ട് വിത്ത് ദം സോഷ്യൽ ഒബ്ലിഗേഷൻ. അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവർക്ക് സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്, അവർക്ക് വെൽത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ആ വെൽത്ത് ബ്രോട്ട് വിത്ത് ദം സോഷ്യൽ ഒബ്ലിഗേഷൻസ്. വെൽത്ത് ഉള്ളതുകൊണ്ട് എന്താണ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സോഷ്യൽ ഒബ്ലിഗേഷൻസ്, അതായത് സാമൂഹികമായിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ട്, സാമൂഹികമായിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇൻ പർട്ടിക്കുലർ റെസ്പോൺസിബിൾ ഫോർ ദ പൂർ ഓർ വെൽ ഓഫ്, എസ്പെഷ്യലി ടുവേർഡ്സ് പൂർ ഓർ വെൽ ഓഫ്. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്, ടു ടേക്ക് കെയർ ആഫ്റ്റർ പൂർ ഓർ ലെസ് വെൽ ഓഫ്. ലെസ് വെൽ ഓഫ് ആയിട്ടുള്ള, ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, പിന്നെന്താണ് അത്ര സാമ്പത്തികമായിട്ട് അത്ര പിന്നോട്ട് നിൽക്കുന്ന ആയിട്ടുള്ള ആൾക്കാരുടെ മേലെ എന്താണ്, അവർക്ക് കുറച്ച് സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഹി ബിലീവ് ദ സൊസൈറ്റി ഈസ് നാച്ചുറലി ഹൈറാർക്കിക്കൽ ആൻഡ് ദെയർ ഈസ് ഇൻഇക്വാലിറ്റി ഓഫ് വെൽത്ത്. അപ്പം ഇത് നാച്ചുറൽ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നാച്ചുറൽ ആണ്. ഈ ഒരു റിച്ച് ആൻഡ് പുവർ, ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ആൻഡ് ദർ ഈസ് ഇൻഇക്വാലിറ്റി ഓഫ് വെൽത്ത്. ഇൻഇക്വാലിറ്റി എന്താണ്, നാച്ചുറൽ ആണ്. അദ്ദേഹം എന്താണ് പറയുന്നത്, ഇത് നാച്ചുറൽ ആണ്, ഇത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു ഡിവിഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, വെൽത്തി ആൻഡ് പവർഫുൾ മസ്റ്റ് ഷോൾഡർ ദ ബർഡൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരിക്കലും എന്താണ് പുവർ പീപ്പിളിനെ റിച്ച് ആക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് എന്താണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് എന്താണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ത്രൂ ബൈ ഹെൽപ്പിംഗ് പുവർ പീപ്പിൾ എന്നുള്ളതാണ്. വെൽത്തി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ വെൽഫെയറും കാര്യങ്ങളും എന്താണ് ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് നാച്ചുറലി ഹയറാർക്കിക്കാണ്. ആ ഹയറാർക്കിയെ നമുക്ക് എന്താണ് ഒരിക്കലും പ്രിവെന്റ് ചെയ്യാതെ നാച്ചുറൽ സംഭവിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പുവർ ആയിട്ടുള്ള ആൾക്കാരെ സാമ്പത്തികമായിട്ടും അല്ലാതെ എന്താണ് സഹായിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മാത്രമേ എന്താണ് നമുക്ക് ഈ ഒരു ഡിവിഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഡിവിഷൻ ഓഫ്, അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഡിവിഷനെ നമുക്ക് എന്താണ് അദ്ദേഹം മുന്നിൽ കാണുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോസിബിലിറ്റി ആയിട്ട് പറയുന്ന ഡിവിഷൻ ഓഫ്
ടു നാഷൻ, ബീങ് ഡിവൈഡ് ഇൻ ടു നാഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്ന ആ ഒരു സാഹചര്യത്തെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതാണ് വൺ നാഷൻ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ കോൺസിക്വൻസ് ആണെന്ത്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള മോസ്റ്റ് ക്രിറ്റിസൈസ്ഡ് ആസ്പെക്ട് ആണെന്ത്, ഡിവിഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂർ എന്ന് പറയുന്നത്. മൈനോറിറ്റി ഒരു ചെറിയ ആൾക്കാരെ, ചെറിയ പക്ഷം ആൾക്കാരെ മാത്രമാണ് എന്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബെനിഫിറ്റഡ് ആയത്, മറിച്ച് ഇറ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് പൂർ പീപ്പിൾ. അപ്പൊ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഡിവൈഡ് കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കോൺഫ്ലിക്റ്റ്. മെയിൻലി കമ്മിങ് ടു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് എന്ത് ഡിവിഷൻ സംഭവിക്കുന്നത്. ഒരു സീരിയസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഡിവിഷൻ സംഭവിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയും പ്രിവെന്റ് ചെയ്യാനാണ് അദ്ദേഹം വൺ നാഷൻ കൺസർവേറ്റിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫിലോസഫിയിലൂടെ ശ്രമിക്കുന്നത്. അതായത് വെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് പൂർ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അതിലൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ദേ ടേക്സ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ പൂർ ലെസ് വെൽ ഓഫ്. അവരുടെ വെൽഫെയർ കാര്യങ്ങളൊക്കെ ഇവർ ഉറപ്പുവരുത്തുക, അതായത് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ സൊസൈറ്റി നാച്ചുറലി ഹയറാർക്കിക്കലാണ് എന്നുള്ളതാണ്. അപ്പം റിച്ച് ഉണ്ടാവും, പൂർ ഉണ്ടാവും, അങ്ങനെ നാച്ചുറലി ഹയറാർക്കിക്കലാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പൂർ ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക. അങ്ങനെ നമുക്ക് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഡിവിഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്താണ് ക്രിസ്ത്യൻ ഡെമോക്രസി. എന്താണ് ക്രിസ്ത്യൻ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടുത്ത paternalistic, the second type of paternalistic conservatism is Christian democracy. This form of conservatism was committed to political democracy and influenced by the paternalistic social traditions of Catholicism. It was influenced by social tradition അല്ലെങ്കിൽ paternalistic social traditions of Catholicism. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളിപ്പം ടേക്ക് കെയർ ചെയ്യുക ഒരു വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വൺ നാഷൻ കൺസർവേറ്റീവ്സ് ആണ് എന്താണ് പറയുന്നത്, ടേക്ക് കെയർ ചെയ്യാന്നുള്ളതാണ്. അത് വൾണറബിൾ ആയിട്ടുള്ള ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പൂർ ആയിട്ടുള്ള ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുക, ലൈക്ക് ഫാദർലി ഫാഷൻ അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലെ പറ്റേണലിസ്റ്റിക് ഫാഷൻ അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലെ അവരുടെ വെൽഫെയർ, അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഇൻ ദ സെൻസ് പൂർ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ആര് ടേക്ക് കെയർ ചെയ്യണം, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ടേക്ക് കെയർ ചെയ്യും ആസ് എ ഫാദർലി ഫാഷൻ അല്ലെങ്കിൽ പറ്റേണലിസ്റ്റിക് ഫാഷൻ എന്നുള്ളതാണ്. അത് തന്നെയാണ് ക്രിസ്ത്യൻ ഡെമോക്രസിയും പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ട്രഡീഷൻസ് ഓഫ് കാത്തലിസം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ട്രഡീഷൻസ് ഓഫ് കാത്തലിസം. ഓൾസോ വാസ് കമ്മിറ്റഡ് ടു പൊളിറ്റിക്കൽ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രൊട്ടസ്റ്റന്റ് എൻഡോസ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്റ്റോൾ ദ വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്, കോമ്പറ്റീഷൻ ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. പ്രൊട്ടസ്റ്റന്റിസം എന്താണ് പറയുന്നത്? പ്രൊട്ടസ്റ്റന്റിസം ഒരു ഇൻഡിവിജ്വൽ ട്രഡീഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡിവിജ്വലിസത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ക്ലാസിക്കൽ ലിബറൽ, it is consistent with Protestantism is consistent with or in consonance with classical liberalism എന്നുള്ള. ക്ലാസിക്കൽ ലിബറലിസം ആണ് എന്ത് ഹാർഡ് വർക്കിനെയും കോമ്പറ്റീഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. മെയിൻലി ക്ലാസിക്കൽ ലിബറലിസം അല്ലെങ്കിൽ നിയോ ലിബറലിസം, എസ്പെഷ്യലി ക്ലാസിക്കൽ ലിബറലിസം ആണ് ഹാർഡ് വർക്കിനെയും കോമ്പറ്റീഷനെയും ഇൻഡിവിജ്വലിസത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പ്രൊട്ടസ്റ്റന്റിസം എന്താണ് ഒരു ഇൻഡിവിജ്വലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയാണ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ട്രഡീഷൻ ആണ് പ്രൊട്ടസ്റ്റന്റിസം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കാത്തലിസം ഒരു കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ട്രഡീഷൻ ആണ്. അതായത് ഇൻഡിവിജ്വലിസത്തിന് അല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സോഷ്യലിസം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഐഡന്റിറ്റി അല്ലെങ്കിൽ കളക്ടിവിസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദി ജർമൻ സോഷ്യോളജിസ്റ്റ് ഫോർ ഇൻസ്റ്റൻസ് ലിങ്ക് ദ പ്രൊട്ടസ്റ്റ് എത്തിക് ടു ദി സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ് കേട്ടോ, പ്രൊട്ടസ്റ്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ആ പുസ്തകത്തിൽ പറയുന്നത് പ്രൊട്ടസ്റ്റന്റിസം എന്താണ്? പ്രൊട്ടസ്റ്റന്റിസം ഒരു തരത്തില് പ്രൊട്ടസ്റ്റന്റിസം ആസ് എ റിലീജിയസ് ഐഡിയോളജി സപ്പോർട്ട്സ് ദി സ്പിരിറ്റ് ഓർ വർക്കിംഗ് ഓഫ് പ്രാക്ടീസ് ഓഫ് ക്യാപിറ്റലിസം ആണ്. പ്രൊട്ടസ്റ്റന്റിസം ആസ് എ റിലീജിയസ് ട്രഡീഷൻ അല്ലെ പ്രൊട്ടസ്റ്റന്റിസം ആസ് എ റിലീജിയസ് ഐഡിയോളജി ക്യാപിറ്റലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ ക്യാപിറ്റലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പ്രൊട്ടസ്റ്റന്റിസം ഇൻഡിവിജ്വലിസത്തെയാണ് പറയുന്നത്, കാത്തലിസം കളക്ടിവിസത്തെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രൊട്ടസ്റ്റന്റിസം വാല്യൂസ് ഹാർഡ് വർക്ക്. കഷ്ടപ്പെടുന്നവർക്കായിരിക്കും വിജയം ഉണ്ടാകുക, കഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഗ്രോത്ത് ഉണ്ടാകുക, കഷ്ടപ്പെടുന്നവർക്കായിരിക്കും പ്രോസ്പെരിറ്റി ഉണ്ടാകുക. അതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻ, സ്ട്രിക്ട് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നേരെ തിരിച്ചാണ് കാത്തലിസം പറയുന്നത്. കാത്തലിക് സോഷ്യൽ തിയറി ഇൻ കോൺട്രാസ്റ്റ് ഹാസ് ട്രഡീഷണലി ഫോക്കസ്ഡ് അപ്പോൺ സോഷ്യൽ ഗ്രൂപ്പ്. ഇപ്പൊ ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ്, അതായത് കളക്ടിവിസം മുന്നോട്ട് വെക്കുന്നു എന്നുള്ള അതായത് ഒരു ഗ്രൂപ്പിൽ ഒരാൾ വൾണറബിൾ ആണെങ്കിൽ അല്ലെ ഒരാൾ ലെസ് പ്രിവിലേജ്ഡ് ആണെങ്കിൽ എന്താണ് അയാളെ സഹായിക്കണം എന്നുള്ളത് ഒരു ഗ്രൂപ്പിൽ. അതായത് ഒരു കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ ഒരാൾ ലെസ് പ്രിവിലേജ്ഡ് ആണെങ്കിൽ
ഒരാൾക്ക് ആ ഹാർഡ് വർക്ക് എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള അല്ല ആ വർക്ക് എഫേർട്ട് ഇടാനുള്ള ആ സാഹചര്യം ഇല്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തെ സഹായിക്കണം എന്നുള്ളതാണ് കാത്തലിസം പറയുന്നത്. പക്ഷെ പ്രൊട്ടസ്റ്റന്റിസം എന്താണ് പറയുന്നത്, നേരെ തിരിച്ചാണ് പറയുന്നത്. ഏത് സാഹചര്യത്തിൽ എന്താണ് അവരവരുടെ കാര്യം തന്നെ നോക്കുക. കാത്തലിസം പറയുന്നത് അങ്ങനെയല്ല. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുവർ ആയിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. എൻകറേജ് ന്യൂലി ഫോം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടീസ് ടു പ്രാക്ടീസ് എ ഫോം ഓഫ് ഡെമോക്രാറ്റിക് കോർപ്പറേറ്റിസം that highlight the importance of intermediate institutions such as church, unions and business groups bound together by the notion of social partnership. അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ സോഷ്യൽ ഡെമോക്രസി ക്രിസ്ത്യൻ ഡെമോക്രസി എന്താണ് പറയുന്നത്, ഇപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ചർച്ചസ് ആയിക്കോട്ടെ, യൂണിയൻസ് ആയിക്കോട്ടെ, ബിസിനസ് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, ഈ ഒരു രീതിയിലായിരിക്കണം എന്ത് വർക്ക് ചെയ്യേണ്ടത്. അതായത് ചർച്ചിൽ റിലീജിയസ് കമ്മ്യൂണിറ്റി, ആ റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം, എസ്പെഷ്യലി കമ്മിങ് ടു സാമ്പത്തികമായിട്ടുള്ള, ഐ മീൻ എക്കണോമിക് ആയിട്ടുള്ള, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ അവരെ സാഹചര്യത്തിന് വിട്ടുകൊടുക്കരുത്. ആ പ്രൊട്ടസ്റ്റന്റിസം പറയുന്ന പോലെ, ക്ലാസിക്കൽ ലിബറലിസം പറയുന്ന പോലെ സാഹചര്യത്തിന് വിട്ടുകൊടുക്കരുത്, ഫെയ്റ്റിന് വിട്ടുകൊടുക്കരുത്, വിധിക്ക് വിട്ടുകൊടുക്കരുത്. പക്ഷെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ബിസിനസ് ഗ്രൂപ്പാണ്, ഏത് സെക്ടറിലാണെങ്കിലും, ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും, ഏത് കമ്മ്യൂണിറ്റിയിലാണ്, ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയിലാണ്, ബിസിനസ് കമ്മ്യൂണിറ്റി ആകാം, അല്ലെങ്കിൽ റിലീജിയസ് കമ്മ്യൂണിറ്റി ആകാം, പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ആകാം, പിന്നെ സോഷ്യൽ കമ്മ്യൂണിറ്റി, ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ആണെങ്കിലും എന്താണ്, അങ്ങനെ ഒരു സോഷ്യൽ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാത്തലിക് സോഷ്യൽ തിയറി പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക, എന്താണ് ക്രിസ്ത്യൻ ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ കാത്തലിക് തിയറി. ക്രിസ്ത്യൻ ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ കാത്തലിസം അല്ലെങ്കിൽ കാത്തലിക് സോഷ്യൽ തിയറി. പ്രൊട്ടസ്റ്റന്റിസം ബേസ്ഡ് ആയിട്ടല്ല. ക്യാപിറ്റലിസം ഈസ് ബേസ്ഡ് ഓൺ പ്രൊട്ടസ്റ്റന്റിസം. ക്യാപിറ്റലിസം ഈസ് ബേസ്ഡ്, അല്ലെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്, ബേസ്ഡ് അല്ല. പ്രൊട്ടസ്റ്റന്റിസം ആസ് എ റിലീജിയസ് ട്രഡീഷൻ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റിസം എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്, അത് ക്യാപിറ്റലിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രൊട്ടസ്റ്റന്റിസം പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസിൽ ചോദിക്കാം, പിന്നെന്താണ് ക്രിസ്ത്യൻ ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ പ്രൊട്ടസ്റ്റന്റിസം എന്ന് പറഞ്ഞ് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിക്കാം, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ക്രിസ്ത്യൻ ഡെമോക്രസി എന്താണ് ബേസ്ഡ് ഓൺ, എന്തിന്റെ ബേസ്ഡിലാണ് വരുന്നത്, കാത്തലിസം ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ കാത്തലിക് സോഷ്യൽ തിയറി ബേസ്ഡ് ആണ് വരുന്നത്. പ്രൊട്ടസ്റ്റന്റിസം ബേസ്ഡ് ആയിട്ടല്ല വരുന്നത്. പ്രൊട്ടസ്റ്റന്റിസം കുറച്ചുകൂടെ ക്ലാസിക്കൽ ലിബറലിസം അല്ലെങ്കിൽ ക്ലാസിക്കൽ ലിബറലിസം മുന്നോട്ട് വയ്ക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെയാണ് പ്രൊട്ടസ്റ്റന്റിസം മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. പിന്നെ പറ്റേണലിസ്റ്റിക് കൺസർവേറ്റീവ്സിനെ കുറിച്ച് പറയാനുള്ളത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഫാദർലി ഫാഷൻ, അതായത് മാതാപിതാക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത്, അതായത് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി അവരുടെ അതോറിറ്റി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് വൺ നാഷൻ കൺസർവേറ്റീവ്സം ആണ്. അവിടെ എന്താണ് ഒരു കെയറിംഗ് ഓഫ് ആണ് നടക്കുന്നത്, ടേക്ക് കെയർ ആണ് നടക്കുന്നത്. അതായത് പിന്നെ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് പിന്നെ ടേക്ക് കെയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ് പിന്നെ ക്രിസ്ത്യൻ ഡെമോക്രസി വരുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഒരു കളക്റ്റീവ് ബേസ്ഡ് ആണ് നമ്മളൊരു സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. കളക്റ്റീവിസം ബേസ്ഡ് ആണ്. അതായത് ഒരു സിസ്റ്റത്തിൽ, ഒരു ഗ്രൂപ്പിൽ എന്താണ് ഒരാൾ പിന്നെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് മെയിനായിട്ട് പറ്റേണലിസ്റ്റിക് കൺസർവേറ്റിസം. അപ്പം അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.